കടുകിട്ട് താളിക്കുന്നതിനേക്കാൾ 4 മുതൽ 40% വരെ ഇരട്ടി പോഷകഗുണങ്ങളാണ് ഈ കടുകിൻ്റെ മൈക്രോഗ്രെയിൻസിന്. കുറഞ്ഞ കലോറിയും കൂടുതൽ ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും. അമിതവണ്ണം കുറയ്ക്കാം, ഭാരം നിയന്ത്രിക്കാം, ചെറുപ്പം നിലനിർത്താനും ആരോഗ്യത്തോടെ ഇരിക്കാനും 1 സ്പൂൺ വിത്തിൽ നിന്നും 1 പാത്രം പച്ചക്കറികളേക്കാൾ കൂടുതൽ പോഷകങ്ങൾ. മണ്ണോ സ്ഥലമോ ഇടമോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ വേസ്റ്റ് ബോക്സുകൾ മാത്രം മതി. തടി കുറയ്ക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും ചെറുപ്പം നിലനിർത്താനും ഇതുപോലെ സ്മൂത്തികളിലോ സാലഡിലോ അതോ പ്രോട്ടീൻ ബോൾസുകളിലോ ചേർത്ത് കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ ഏറെ പോഷക ഗുണങ്ങൾ അടങ്ങിയ ഈ മൈക്രോഗ്രെയിൻസ് നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ, 2 സ്പൂൺ കടുക്, ചിയാ സീഡ്, ഗോതമ്പ് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വെള്ളമൊഴിച്ച് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. രാവിലെ ആയിട്ട് നന്നായിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ചതൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ഏകദേശം മുള പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ടൺ തുണികളിലാണ് ഒന്ന് പൊതിഞ്ഞെടുക്കേണ്ടത്. ടവലോ എന്ത് വേണേലും എടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് നമ്മൾക്ക് കിഴി കെട്ടിയെടുക്കാം. ഇനി ഇത് പെട്ടെന്ന് മുള പൊട്ടിയെടുക്കാൻ ഒരു സിമ്പിൾ ടിപ്സാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ ഇതുപോലെ യൂസ് ചെയ്തത് മാറ്റി വെച്ചിരിക്കുന്നതുമായ പൊട്ടിയ കാസറോളൊക്കെ കാണില്ലേ, ഇതിലേക്ക് നമ്മൾ ഈ കിഴി കെട്ടിയ സീഡ്സ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക. വൈകിട്ടാകുമ്പത്തേന് ഇത് നന്നായിട്ട് മുളയൊക്കെ പൊട്ടി വരുന്നതായിരിക്കും. നമ്മുടെ ചിയാ സീഡ് നമ്മൾ അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോക്സിലോ എന്തിലോ ചിരട്ടയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ 2 ടിഷ്യൂ പേപ്പറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ സോക്ക് ചെയ്ത ചിയാ സീഡ് ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ പൊങ്ങിയിരിക്കുന്ന പേപ്പർസൊക്കെ ഒന്ന് കുത്തി താഴോട്ട് ആക്കുക. കാരണം ഇത് വളർന്നു വരുമ്പോഴത്തേന് ആ സൈഡിലുള്ള പേപ്പറൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കണ്ട. നമ്മൾക്ക് ഇന്ന് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട, ഇത് അടച്ചു വയ്ക്കാവുന്നതാണ്. വൈകിട്ടായപ്പോഴത്തേന് നമ്മളുടെ ഗോതമ്പും ചെറുപയറും ഒക്കെ നന്നായിട്ട് മുള പൊട്ടി വന്നിട്ടുണ്ട്. ഇത് സ്പൗട്ടഡ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ചെറുപയറൊക്കെ നന്നായിട്ട് മുള പൊട്ടി കുറച്ചുകൂടെ വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. ചെറുപയർ സാധാരണ കഴിക്കുന്നേക്കാളും ഇരട്ടി ഗുണമാണ് കേട്ടോ ഇതുപോലെ സ്പൗട്ടഡ് ആക്കി കഴിക്കുന്നത്. നമ്മുടെ കടുക് ഒത്തിരി ഒന്നും മുളയായിട്ട് പൊട്ടിയിട്ടില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ചെറുതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പാർസൽ മേടിക്കുന്ന നമ്മളുടെ ബോക്സുകൾ ഇതൊന്നും കളയാണ്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് മൈക്രോഗ്രെയിൻസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 3 തരത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. ഒന്ന് ടിഷ്യൂ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. അതും ഒരുവിധം കട്ടിയിൽ 2 ടിഷ്യൂ പേപ്പർ വീതമെങ്കിലും വെച്ച് കൊടുക്കാൻ നോക്കുക. ഈ ഒന്ന് ഞാൻ വയ്ക്കുന്നത് കോട്ടൺ ക്ലോത്താണ്. അത് വേറൊരു ബോക്സിലാണ്. ഒരു പരീക്ഷണാർത്ഥം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇനി കുറച്ച് മണ്ണിലൂടെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കുന്നത്. 2 ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കോട്ടൺ ക്ലോത്താണ്. 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾക്ക് അങ്ങനെയും വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ കോട്ടൺ ക്ലോത്ത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും കഴുകി ഉണക്കി നമ്മൾക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ പയറും ഗോതമ്പും ഒക്കെ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒത്തിരി തിക്കായിട്ടിട്ട് കൊടുക്കൽ, എന്നാലും അതിന് ആവശ്യമായ സ്പേസ് കൊടുത്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇനി കടുകിൽ ഞാൻ ടിഷ്യൂ പേപ്പറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. മണ്ണ് ഇട്ട് നോക്കാനായിട്ട് ഞാൻ 2 ബോക്സ് എടുത്തിട്ടുണ്ട്. അതിന് ചെറുതായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ഗാർഡനിൽ നമ്മുടെ ബാൽക്കണിയിൽ നിന്നൊക്കെ എടുത്ത് ഞാൻ കുറച്ച് മണ്ണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൽ ഒരെണ്ണത്തിനകത്ത് ഞാൻ ഗോതമ്പും മറ്റൊന്നിൽ ചെറുപയറിൻ്റെ സീഡ്സുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ മണ്ണിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം തളിച്ച് കൊടുക്കണം. നമ്മൾ ടിഷ്യൂ പേപ്പറും നമ്മൾ വെച്ചിരിക്കുന്ന ക്ലോത്തും മണ്ണും ഒക്കെ നനയാനായിട്ട് വേണം വെള്ളം തളിച്ച് കൊടുക്കാൻ. ആദ്യത്തെ പ്രാവശ്യം കുറച്ചധികം വെള്ളം നമുക്ക് തളിച്ച് കൊടുക്കാവുന്നതാണ്. കാരണം നമ്മുടെ സീഡ്സ് ഉണങ്ങിപ്പോകാൻ പാടില്ല.
നമ്മൾ വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പറും ക്ലോത്തും മണ്ണും എന്താണേലും ഒക്കെ നനഞ്ഞ് കിട്ടണം. അതിലേക്ക് ഞാൻ കുറച്ചധികം വെള്ളം ആദ്യത്തെ ദിവസം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് വെള്ളം ചേർത്ത് ഇത് മുങ്ങിക്കിടക്കാവുന്ന അത്രയും വെള്ളം ചേർക്കാനും പാടില്ല. ഇനി നമ്മൾക്കിത് അടച്ചു വെക്കാം. ഞാൻ സാധാരണ ഓരോ സെറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അടുത്തത് ഇതുപോലെ ഉണ്ടാക്കി വെക്കാറാണ് പതിവ്. ഇതിപ്പോൾ നാട്ടിലൊക്കെ പോയി വെക്കേഷൻ ആയതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കൊന്നുമില്ല കാണിച്ചു തരാൻ. അതുകൊണ്ടാണ് ഞാൻ ഒന്നേന്ന് തുടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മൾ ഇതുപോലെ ഇന്ന് അടച്ചു വെക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾക്ക് ഇതിലൊന്ന് മെൻഷൻ ചെയ്തേക്കാം. ഇത് നമ്മളുടെ ഫസ്റ്റ് ഡേ ആണ്. മൈക്രോഗ്രീൻസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡേ 1 എന്ന് എഴുതുന്നുണ്ട്. ഡേ 2 ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മളുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. ഡേ 3 ആണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്സ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ സ്പൗട്ടൊക്കെ മാറി നന്നായിട്ട് മുള പൊട്ടി ഒരുവിധം വലുപ്പത്തിൽ ഇത് ഗോതമ്പാണ് ഇത് വന്നിട്ടുണ്ട്. എല്ലാമായി ഈർപ്പവും അങ്ങനെയുണ്ട്. ഡേ 2 നിങ്ങൾ ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുക്കാൻ മറക്കരുത്. കടുകിന് ചെറുതായിട്ട് ലീഫൊക്കെ പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും മണ്ണിൽ വെച്ചതാണ് കേട്ടോ, ചെറുപയറും ഗോതമ്പും. ഇത് കുറച്ചുകൂടെ അധികം വളർച്ച എനിക്ക് തോന്നുന്നു, കാരണം മണ്ണിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇനി വെള്ളം തളിച്ച് കൊടുത്തിട്ട് ബാക്കി വരുന്ന വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ച് കളയാവുന്നതാണ്. പെട്ടെന്നൊന്നും അതിങ്ങോട്ട് മറിഞ്ഞ് വീഴില്ല. കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ വെള്ളമൊക്കെ തളിക്കുന്നത്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്കിത് അതുപോലെ അടച്ച് മൂടി വയ്ക്കാവുന്നതാണ്. ഇത് ഡേ 4 ആണ് കേട്ടോ. ഡേ 4 ആയപ്പോഴത്തേന് നമ്മുടെ ലീഫിനൊക്കെ നല്ലപോലെ പച്ചപ്പ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് സൈസിന് പൊക്കം വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇലകളൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡേ 4 തൊട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്കിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് പുറത്ത് ബാൽക്കണിയിലോ അല്ലെങ്കിൽ മുറ്റത്തോ ഒന്നും കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ അടുക്കളയിലോ ഉള്ള ജനലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മളെ റൂമിലുള്ള വെളിച്ചത്തിൽ തന്നെ ഇത് വളർന്നു വരുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളിത് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മളിതിൽ പൂപ്പലോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്ത് വരില്ല. എല്ലാ ദിവസവും ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ച് കൊടുക്കുക. കൂടുതൽ വരുന്ന വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കളയുക. ഈ ഡേ 4 ആകുമ്പോൾ നമ്മൾക്ക് അടുത്ത സെറ്റ് ഓഫ് മൈക്രോഗ്രീൻസ് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. ഒരുപാട് വിലയുള്ള ഫ്രൂട്ട്സിന് വെജിറ്റബിൾസിനേക്കാളുമൊക്കെ 40 മടങ്ങാണ് കേട്ടോ ഇതിൻ്റെ പോഷകങ്ങൾ. ഈ ചിയാ സീഡിന് എന്ത് പറ്റിയെന്നറിയില്ല, ഞാൻ ഏറ്റവും കൂടുതൽ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുന്നത് ചിയാ സീഡ് വെച്ചിട്ടാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് മേടിച്ച ചിയാ സീഡാണ്. എന്തുകൊണ്ടോ ഇത് മുളച്ചില്ല. അതിൻ്റെ കാരണം എനിക്കറിയില്ല. ഞാൻ വേറെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ ചിയാ സീഡ് മൈക്രോഗ്രീൻസിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് ഡേ 5 ആണ് കേട്ടോ. ഡേ 5 ആയപ്പോൾ തന്നെ നമ്മളുടെ ഫുള്ള് മൈക്രോഗ്രീൻസും റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീറ്റ് മൈക്രോഗ്രീൻസൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾക്കിതൊന്ന് പൊക്കി നോക്കാം. എന്ത് ഭംഗിയാണല്ലേ ഇതൊന്ന് കാണാൻ തന്നെ. ഒട്ടും തന്നെ നമ്മൾക്ക് വേസ്റ്റ് ആയിട്ട് വരുന്നില്ല. മണ്ണോ സ്ഥലമോ ഒന്നും വേണ്ട. നമ്മൾക്ക് ഫ്ലാറ്റിലാണെങ്കിൽ കൂടി ഇതുപോലെ സിമ്പിളായിട്ട് എന്ത് വേണേലും മൈക്രോഗ്രീൻസ് ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പയർ, ബീറ്റ്റൂട്ട്, ഫ്ലാക്സ് സീഡ് അങ്ങനെ എന്ത് സീഡ്സ് വേണേലും നിങ്ങൾക്ക് ഇതുപോലെ മൈക്രോഗ്രീൻസ് ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെയുള്ള മൈക്രോഗ്രീൻസിൻ്റെ സീഡ്സൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ വേണേലും മേടിക്കാൻ കിട്ടും. ഞാനതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്യാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മേടിച്ചതായി ഇതുപോലെയുള്ള മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ മൈക്രോഗ്രീൻസ് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. ഇത് കുക്ക് ചെയ്ത് കഴിക്കുന്നേക്കാൾ ഇരട്ടി ഗുണമാണ് കേട്ടോ ഇത് നമ്മൾ പച്ചയ്ക്ക് സാലഡിലോ സ്മൂത്തികളിലോ ഒക്കെ ചേർത്ത് കഴിക്കുന്നത്.
ഇത് നമ്മൾ മണ്ണിൽ വെച്ചതാണ്. മണ്ണിൽ വെച്ച മൈക്രോഗ്രെയിൻസ് എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് വളർന്നതായിട്ട് തോന്നി. കാരണം മണ്ണിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നതുകൊണ്ടാകാം അത് കുറച്ചുകൂടെ സൈസും വലിപ്പമൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് മണ്ണിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്നത്. സാധാരണ കോട്ടൺ ക്ലോത്തുകളും ടിഷ്യൂ പേപ്പറുമാണ്. ഇത് നമ്മൾ വെച്ചിരിക്കുന്ന കോട്ടൺ ക്ലോത്താണ് കേട്ടോ. ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ ക്ലോത്ത് കഴുകി അങ്ങനെ വീണ്ടും ഇതുപോലെ മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഒത്തിരി വിനെഗിരി ഇട്ട വെള്ളത്തിലോ ഒക്കെ കഴുകി നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അമിതവണ്ണം കുറയ്ക്കാനും വയറും വണ്ണവും കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും ഷുഗർ നിയന്ത്രിക്കാനും ഒരുപാട് പ്രോട്ടീനും ഫൈബറും കലോറി കുറവുമാണ് കേട്ടോ ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്നത്. ഇതുപോലെ മൈക്രോഗ്രെയിൻസ് ചേർത്ത സാലഡുകളും സ്മൂത്തികളും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ് ഇതൊക്കെ. വീറ്റ് മൈക്രോഗ്രെയിൻസ് ഇത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് റാഗി സ്മൂത്തി ഉണ്ടാക്കാം, ഓട്സിനകത്ത് ചേർക്കാം, ഓവർനൈറ്റ് ഓട്സിനകത്ത് രാവിലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം, ഓംലെറ്റിനകത്ത് ചേർക്കാം. കുക്ക് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ഇരട്ടി ഗുണങ്ങളാണ് നമ്മളിത് കുക്ക് ചെയ്യാണ്ട് കഴിക്കുമ്പോൾ കേട്ടോ. ഇത് സോയാബീൻ്റെ പ്രോട്ടീൻ ബോൾസ് ആണ് കേട്ടോ. നമ്മളുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ മാറ്റി നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതുപോലെ മൈക്രോഗ്രെയിൻസ് ഒക്കെ കഴിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.